ഗംഗയുടെ ഘാട്ടുകളിലൂടെ ഒരു യാത്ര. രാവിലെ തന്നെ ഒരുപാട് തിരക്ക് ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 7 മണിയോടുകൂടി ഗംഗയിൽ സകല പിതൃക്കൾക്കും ബലി അർപ്പിച്ചു. ഞങ്ങൾ വീണ്ടും ബലി തർപ്പണ ശേഷം ഒന്നുകൂടെ ഗംഗയിൽ കുളിച്ചു. ഒരു ജീവിതാഭിലാഷമായിരുന്നു ഗംഗയിലെ ബലിതർപ്പണവും കുളിയും. അത് സാധിച്ചു എന്ന് തന്നെ പറയാം. മോഹൻലാലിൻ്റെ വടക്കന്ന സിനിമ റിലീസായ നാളെ തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഗംഗയിൽ ഇറങ്ങണമെന്നും ഗംഗയിൽ കുളിക്കണമെന്നും. ഗംഗ ഘാട്ടിലെ തിരക്ക് നിങ്ങൾ കണ്ടു. ബലിയർപ്പണത്തിനൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ബലിയിട്ടതിന് അകത്ത് കയറി ഇപ്പോൾ തൊഴാൻ പോകുന്നില്ല. ബലി സമർപ്പിച്ച് ഒന്നുകൂടെ ഗംഗയിൽ കുളിച്ചതിന് ശേഷം ഭഗവാന്റെ അമ്പലത്തിൻ്റെ വെളിയിൽ നിന്ന് തൊഴുതിട്ട് പോകാനായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ സ്ഥലത്തോടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ കൂടെയുള്ള ഒരു അച്ഛനും ഒക്കെ എൻ്റെ കൂട്ടത്തിലുണ്ട്. ഇദ്ദേഹമാണ് ഈ പുറകെ കൂടെ വരുന്നത്. ആ ദൂരെ കാണുന്ന ഒരു ഷെഡിൻ്റെ അപ്പുറ ഭാഗത്താണ് അമ്പലം ഉള്ളത്. അവിടെ നിന്ന് അകത്തോട്ട് കയറി വേണം തൊഴാൻ പോകാൻ. ഒരു ഷെഡ് ദൂരെ കാണുന്നുണ്ടല്ലോ, ആ ഷെഡിൻ്റെ അകത്തോട്ട് കയറി തൊഴാൻ പോകാം. ഗംഗയിൽ നല്ല തിരക്കൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ബോട്ട് യാത്രക്കാരും ബലിയിടാനുള്ളവരും അല്ല സാധാ സ്നാനം ചെയ്യാൻ വന്നവരൊക്കെ ഗംഗയിൽ വന്നിട്ടുണ്ട്. ഒരു ജീവിതാഭിലാഷം എന്ന് പറഞ്ഞാലും ഒട്ടും അധികമാവില്ല. അത്രയേറെ ഒരു സന്തോഷം ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഇത് സാധിക്കും തന്നെ വിചാരിച്ചിരുന്നതല്ല. എന്തായാലും എല്ലാം ഭഗവാന്റെ അനുഗ്രഹം, അല്ലാതെ എന്താ പറയുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാനും ഈ ഗംഗ ആരതി പങ്കെടുക്കാനും ഗംഗ ഘാട്ടിലൂടെ ഇങ്ങനെ നടക്കാനും എല്ലാം അവസരം ഒരുക്കി തന്ന ഭഗവാനോട് എത്ര തീർത്താലും പറഞ്ഞാൽ തീരാത്ത നന്ദിയാണ് മനസ്സിലുള്ളത്. ഇവിടെ എല്ലാം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏകമയം പരബ്രഹ്മം എന്ന് പറയുന്ന പോലെ ഗംഗയിലെല്ലാം സർവ്വശിവമയമാണ്. ഗംഗയിൽ ശിവമയമായിട്ടല്ലാത്തതൊന്നും ശിവമയമല്ലാത്തതൊന്നും ഇവിടെ ഇല്ല. എല്ലാം ഭഗവാന്റെ ലീലാവിലാസങ്ങൾ മാത്രമേ കാണാനോ ഭഗവാനെ പല വ്യത്യസ്ത രൂപങ്ങൾ കൂടെ കാണാൻ കഴിയും. ഇതുപോലെ മാലകൾ വിൽക്കുന്ന, ഇതുപോലെ ചെറിയ കച്ചവടക്കാരും മാലകളൊക്കെ വിൽക്കുന്ന ആൾക്കാരും എല്ലാം ഭഗവാന്റെ സ്വരൂപങ്ങളായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ നല്ല രീതിയിൽ കുറിച്ച് ഇന്നലെ വന്നിറങ്ങിയപ്പോൾ ഒരു ബോട്ട് യാത്ര ചെയ്തു. ഇതെല്ലാം മനസ്സിന് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. എല്ലാത്തിനും ഭഗവാനോട് അകമഴിഞ്ഞ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വരാനും ഈ ഗംഗാ ഘാട്ടുവഴി നടക്കുവാനും ഭഗവാനെ ഒരു തിരക്കുമില്ലാതെ തൊഴാനും സാധിച്ചു. ഞങ്ങളൊക്കെ ഇവിടെ തൊഴാൻ നിൽക്കുമ്പോൾ ഒട്ടും തിരക്കില്ലായിരുന്നു. നല്ല രീതിയിൽ 2 നേരം ഭഗവാനെ കണ്ട് തൊഴാനും പറ്റി. അതൊക്കെ ഒരു ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. മറ്റുള്ള അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടായിരിക്കില്ല ഞാൻ പറയുന്നില്ല. എങ്കിലും ഇവിടെ വരാനും ഭഗവാനെ കാണാൻ സാധിച്ച ഒരുപാട് ഞാൻ ഭാഗ്യവാനാണ്. ഈ കാണുന്ന ഷെഡിനടുത്തുകൂടിയാണ് അങ്ങോട്ട് ഭഗവാനെ കാണാൻ വേണ്ടി പോകേണ്ടത്.